തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് പ്രവാസികൾ. നാളെ പൊതു അവധിയായതിനാൽ വലിയ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇപ്പോഴും വലിയ തിരക്കാണ് കാണാനാകുന്നത്. ദുബായിൽ നിന്നും എസ് രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിലില്ലെങ്കിലും ഓണാഘോഷത്തിന് ഒരു കുറവും വരുത്താൻ പ്രവാസികൾ തയ്യാറല്ല. നാട്ടിലേക്കാൾ ആഘോഷം കളറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UAE-യിലെ ഓരോ മലയാളിയും. ഇതിന്റെ തെളിവാണ് രാജ്യത്തുടനീളമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ അനുഭവപ്പെടുന്ന തിരക്ക്. പുതുവസ്ത്രങ്ങളും ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് എല്ലാവരും. സെലിബ്രേഷൻ നാട്ടിലെ പോലെ തന്നെ രാവിലെ അത്തപ്പൂ ഇടുന്നു, പിന്നെ സദ്യ ഒരുക്കുന്നു. ഇവിടെയുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഉച്ചയ്ക്ക് സദ്യ കഴിക്കുന്നു. അങ്ങനെ ഫാമിലിയായിട്ട് നമ്മൾ 2008 തൊട്ട് ഇവിടെയാണ്. നമ്മൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ലുലുവിലാണെങ്കിൽ നമുക്ക് റേറ്റും കാര്യങ്ങളും എല്ലാം നല്ല ഓഫറുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ലുലു ഉൾപ്പെടെയുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ പ്രത്യേക ഓണച്ചന്തകൾ ഒരുക്കിയാണ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. തൂശനിലയും അത്തമിടാനുള്ള പൂക്കളും സെറ്റ് സാരിയും അങ്ങനെ നാട്ടിൽ കിട്ടുന്നതെല്ലാം ഇവിടെ സുലഭം. ഓണച്ചന്ത ഓൺലൈൻ ഓപ്പൺ ആക്കി. വെജിറ്റബിൾക്കാണെങ്കിൽ നല്ലൊരു കസ്റ്റമൈസിൻ്റെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഗാർമെൻറ്റ്സിൽ നല്ല ഓഫേഴ്സ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലൊരു തിരക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് നമുക്ക്. ഹോട്ടലുകളിൽ ഓണസദ്യയ്ക്കുള്ള ബുക്കിംഗ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചു. മലയാളികൾക്കായി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്ന തിരക്കിലാണ് ഹോട്ടൽ ഉടമകൾ. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ബുക്കിംഗ് വലിയ തോതിൽ വർദ്ധിച്ചതായി കാലിക്കട്ട് നോട്ട്ബുക്ക് മാനേജിംഗ് ഡയറക്ടർ സതീഷ് കുമാർ പറഞ്ഞു. ഓണത്തിൻ്റെ ഓർഡേഴ്സ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ എൻക്വയറീസും ഓർഡേഴ്സും വന്നു തുടങ്ങി. പ്രത്യേകിച്ച് ബൾക്കായിട്ട് ഓഫീസുകളിലും ഉള്ളത് കൂടാതെ നമുക്കൊക്കെ റെസ്റ്റോറൻറ്റുകളിലും ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. അതിന് പക്ഷേ നമ്മളിപ്പം ഈ കാറ്ററിംഗ് ബോക്സിലാണ് നമ്മൾ സദ്യ കൊടുക്കാറ്. ഓണക്കാലമായതോടെ ജുവലറികളിലും തിരക്ക് വർദ്ധിച്ചു. പുതിയ മോഡലുകളാൽ സജീവമാണ് സ്വർണ്ണ വിപണി. ആകർഷകമായ ഓഫറുകളും ഉപഭോക്താക്കൾക്ക് നൽകുന്നു. സ്വർണ്ണവില അല്പം കൂടിയെങ്കിലും അതൊന്നും വിൽപ്പനയെ ബാധിച്ചിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പ്രത്യേകിച്ച് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, അതുപോലെ തന്നെ നമ്മുടെ കേരളീയം ജ്വല്ലറി, ട്രഡീഷണൽ ജ്വല്ലറികൾ, അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോറുകളിൽ എല്ലായിടത്തും നല്ല കളക്ഷൻസ്, പുതിയ കളക്ഷൻസ് ലൈറ്റ് വെയ്റ്റും അതുപോലെ തന്നെ നമുക്ക് ലോങ് നെക്ലസ്, കമ്മലുകൾ, ജുംക്കകൾ, അതെല്ലാം നമുക്ക് വളരെ വലിയൊരു കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. തിരുവോണം എത്തുന്നതിന് മുമ്പ് തന്നെ പ്രവാസ ലോകത്ത് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിവിധ സംഘടനകളുടെയും കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ. ഇത്തവണ തിരുവോണ ദിവസം പൊതു അവധിയായതിനാൽ ഇരട്ടി ആവേശത്തിലാണ് ഓരോ മലയാളിയും. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് പ്രവാസ ലോകവും. ആകർഷകമായ ഓഫറുകളുമായി വ്യാപാര സ്ഥാപനങ്ങളും അവരെ വരവേൽക്കുന്നു. ദുബായിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ലിൻഡോയ്ക്കൊപ്പം എസ് രഞ്ജിത്ത്.